അവരാ നായയും കൂട്ടി യാത്ര പോവുകയാണ്. ഗുഹയിലേക്ക് എത്തിയിരിക്കുന്നു. അവര് പറഞ്ഞു, നമ്മൾ ഒന്ന് കിടക്കല്ലേ, ക്ഷീണം വന്നിരിക്കുന്നുവല്ലോ. അങ്ങനെ അവർ ഗുഹക്കകത്തേക്ക് കടന്നു. അവർ കിടന്നുറങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കാൻ പോവുകയാണ്. ആ ഉറക്കം ഒരുപാട് കാലം നീണ്ടു നിന്നു. ഉറക്കം നീണ്ടു നിന്നത് 300 സിനീന വസ്ദാദു 9 309 വർഷമാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ ആ കണക്ക് പിന്നീട് പറയുന്നുണ്ട്. 300 സിനീന വസ്ദാദു 9 309 എന്ന് അറബിയിൽ പറയുന്നത് അങ്ങനെയല്ല. 309 അല്ല, 9 309 അങ്ങനെ പറയാം. ഖുർആൻ പറഞ്ഞത് 300 വസ്ദാദു 9, അവരൊരു 9 ഏറെയും എടുത്തിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആനിലെ ചില ഇഅ്ജാസിന്റെ ഭാഗങ്ങളാണ്. ചന്ദ്രവർഷവും സൗരവർഷവും കൂട്ടി നോക്കിയാൽ ഓരോ 100 കൊല്ലവും കഴിയുമ്പോൾ 100 സൗരവർഷം കഴിയുമ്പോൾ ചന്ദ്രവർഷപ്രകാരം അത് 103 കൊല്ലമായിട്ടുണ്ടാവുന്നതാണ്. 300 കൊല്ലം കഴിയുമ്പോൾ 309 കൊല്ലം അറബ് വർഷപ്രകാരം ഏറെ വരും. 300 സിനീന 300 കൊല്ലം അവർ കടന്നിട്ടുണ്ട് നബിയെ. 300 കൊല്ലം എന്ന് പറഞ്ഞാൽ സൂര്യവർഷം, നിങ്ങൾ സൗരവർഷം സോളാർ ഇയർ കണക്കാക്കിയാൽ നമ്മുടെ ജനുവരി ഫെബ്രുവരി മാർച്ച് കണക്ക് നോക്കിയാൽ 300 കൊല്ലമാണ്. അത് മുഹറം സഫറായി നോക്കിയാൽ ചന്ദ്രന്റെ ചലനപ്രകാരം നോക്കിയാൽ 309. ഇത് രണ്ടും കൂടെ ഒരായത്തിന്റെ ഉള്ളിൽ അല്ലാഹു കൊള്ളിച്ചു. അതുകൊണ്ടാണ് വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന, 300 വർഷം അവർ താമസിച്ചു. വസ്ദാദു 9, 9 ഏറെയും. 2 വർഷങ്ങളുടെ വ്യത്യാസങ്ങളാണ് ഖുർആൻ പറയുന്നത്. നമ്മളറിയാം, അറബ് വർഷപ്രകാരം ഒരു കൊല്ലം കഴിയുമ്പോൾ 10 ദിവസം നമ്മൾ ബാക്കോട്ട് വരും. അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ റമദാൻ ഇപ്പൊ എത്രാണ്ടായിരുന്നു, ഞാൻ മറന്നു, എന്നാ തുടങ്ങിയത്? ജൂൺ 18 അല്ലേ? ജൂൺ തന്നെയല്ലേ? ഇനിയിപ്പോ ഈ വർഷമാകുമ്പോ എത്രയാവും? ജൂൺ 8 ആവും. ഒരു 10 വർഷം ഇങ്ങോട്ട് വരും. 7 8 അല്ലെ, ആ ഒരു 10 ദിവസത്തിന്റെ വ്യത്യാസം വരും ഒരു കൊല്ലത്തിൽ. അങ്ങനെ കണക്കൂട്ടിയാൽ മനസ്സിലാവില്ല. 100 കൊല്ലം കഴിയുമ്പോൾ 3 കൊല്ലം ഏറെ വരും അറബ് കണക്ക് പ്രകാരം. സുബ്ഹാനല്ലാഹ്, അത്രയും വർഷം അല്ലാഹു ഇവരെ ഉറക്കിക്കിടത്തി എന്നാണ് ഖുർആൻ പറയുന്നത്. 309 എന്ന് മാത്രം പറയലാണെങ്കിൽ അല്ലാഹു അങ്ങനെയല്ലേ പറയാം. വലബിസൂ ഫീ കഹ്ഫിഹിം, ആ ഗുഹയിൽ അവർ താമസിച്ചു 300 സിനീന, 300 വർഷം. വസ്ദാദു, അവർ കുറച്ച് ഏറെയും എടുത്തു. 9 ഏറെയും എടുത്തു. അത്രയും വർഷം അവർ ഉറങ്ങി. എഴുന്നേറ്റപ്പോ ഒന്നും തോന്നുന്നില്ല. ആരാ പറഞ്ഞ് നമ്മൾ ഉറങ്ങി, കുറെ നേരമായ ഉറങ്ങിയിട്ട്? ഇല്ല, നമ്മൾ രാവിലെ ഉറങ്ങിയപ്പോ വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി കൂടുതൽ ഉറങ്ങിയോ? അല്ലല്ല, കുറച്ച് ഉറങ്ങിയിട്ടുള്ളൂ. അതൊന്നും സാരല്ല, വിശക്കുന്നുണ്ടല്ലോ, നമുക്ക് ഭക്ഷണം വേണ്ടേ എന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അത് ഏറ്റവും മുതിർന്ന ഒരുത്തനുണ്ടായിരുന്നു. അവരുടെ പേര് തംലീഹ എന്ന് ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. അദ്ദേഹം കുറച്ച് പൈസയും എടുത്ത് പോവുകയാണ്. നഗരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭക്ഷണം അന്വേഷിച്ച്, റെസ്റ്റോറന്റ് അന്വേഷിച്ച് പോവുകയാണ്. എവിടെയാണ് അസ്കാ തുആമൻ, ഏറ്റവും പരിശുദ്ധിയുള്ള ഭക്ഷണം കിട്ടുന്നത് എന്നറിയാൻ. അസ്കാ തുആമൻ, എവിടെയാണ് പരിശുദ്ധിയുള്ള ഭക്ഷണം എന്ന് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം പുറപ്പെടുകയാണ്. ആ സംഭവം വരുന്നത് 19-ാമത്തെ ആയത്തിലാണ്. قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه. ഇതാ ഇവിടെ കുറച്ച് വെള്ളി നാണയമുണ്ടല്ലോ, ഈ നാണയം എടുത്ത് ഒരാൾ പോയി നോക്കട്ടെ. ഇലൽ മദീന, ടൗണിലേക്ക്. ഫൽയൻദുർ, നോക്കണം. അയ്യുഹാ അസ്കാ തുആമൻ, ഏതാണ് ഏറ്റവും നല്ല ഭക്ഷണം? അസ്കാ തുആമൻ, പരിശുദ്ധിയുള്ള ഭക്ഷണം. സകാത്തിന്റെ വാക്ക് വരുന്ന പ്രയോഗമാണിത്. അസ്കാ, പരിശുദ്ധിയുള്ളത് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറന്റ് അവിടെ പലതുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അസ്കാ തുആം അവിടെ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ റെസ്റ്റോറന്റ് ഒന്നും വലിയ ഫർണിച്ചർ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നല്ല ഭക്ഷണം കൊടുത്താൽ കച്ചവടം ഉണ്ടാവും. ഫർണിച്ചറല്ലല്ലോ ആൾക്കാർ നോക്കുന്നത്. അവിടെ നോക്കുന്നത് എന്താണ്? നല്ല പരിശുദ്ധിയുള്ള നല്ല ഭക്ഷണമാണ്. അത് അജിനോമോട്ടൊക്കെ ഇട്ടിട്ട് മനുഷ്യന്മാരെ വയറ് കേട്ടിരുന്ന ടേസ്റ്റ്, അങ്ങനെയൊന്നും ചെയ്യണ്ട. അല്ലാഹു തആല സത്യസന്ധന്മാരായ കച്ചവടക്കാർക്ക് നാളെ പരലോകത്ത് കൊടുക്കുന്നത് അംബിയാഇന്റെ ദറജയാണ്. അംബിയാഇന്റെ ദറജ. അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ. കച്ചവടക്കാരിൽ ഏറ്റവും നല്ല സത്യസന്ധതയും സൂക്ഷ്മതയും പുലർത്തുന്ന കച്ചവടക്കാർ അംബിയാഇന്റെ കൂടെയാണ്. അംബിയാഇന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചെയ്ത ത്യാഗം എത്രയാണ്. അപ്പൊ കച്ചവടക്കാരിലും ഇങ്ങനെ വലിയൊരു ത്യാഗം ചെയ്യുന്നുണ്ട്. പൈസന്റെ ഏർപ്പാടാണ്. ഇത് കുറച്ച് കൂടുതൽ ഇവിടുന്ന് കിട്ടുമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഹലാലും ഹറാമും നോക്കാതെ നമ്മൾ നയിക്കോട്ടെ, പൈസ കിട്ടട്ടെ.
അതൊക്കെ മാറ്റിവെച്ചിട്ട് എനിക്കത് വേണ്ട, അള്ളാഹ്ക്ക് പൊരുത്തല്ലേ, എനിക്കത് വേണ്ട, ഇത് ചിന്തിക്കണമെങ്കിൽ വലിയ ത്യാഗം ചെയ്യേണ്ടി വരും. അത് ശുഹദാക്കളും സിദ്ദീഖീങ്ങളും ചെയ്ത ത്യാഗത്തോളം വലിയ ത്യാഗമായിരിക്കും അത്. അതുകൊണ്ടാണ് അള്ളാഹു കച്ചവടക്കാർക്ക് അംബിയാഇന്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യം കൊടുക്കുന്നു പറയാം. ഇങ്ങനത്തെ കച്ചവടക്കാർ അസ്വാദിഖുൽ അമീൻ, വളരെ ട്രൂത്ത്ഫുൾ ആൻഡ് ട്രസ്റ്റ്വർത്തി, അങ്ങനത്തെ സത്യസന്ധന്മാരായ ആളുകൾ. അവരിൽ അള്ളാഹു നമ്മുടെ കച്ചവടക്കാരെ ഉൾപ്പെടുത്തട്ടെ. കച്ചവടം തുടങ്ങിയവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്കാ തുആമ കൊടുക്കണേ, ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക ഇൻഷാ അള്ളാഹ്. അതിൽ കിട്ടുന്ന ലാഭം മതി, അതിൽ ബർക്കത്ത് ഉണ്ടാവും. അല്ലാത്തതൊക്കെ മനുഷ്യന്മാർക്ക് ഇന്നുണ്ടാവുന്ന അധിക അസുഖങ്ങളുടെയും കാരണം നമ്മൾ വെച്ചു വിളമ്പി കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പോയിസൺ ആയിരിക്കും. നാട്ടിലും ഇവിടെയൊക്കെ നമ്മുടെ ദേശീയ ഭക്ഷണം പൊറാട്ട മുതലങ്ങോട്ട് തുടങ്ങിയാൽ ഏതെല്ലാം ഉപദ്രവകാരികളായ ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? അസ്കാ തുആം കൊടുക്കുക. അയ്യുഹാ അസ്കാ തുആമൻ ഫൽയഅതികും ബിറിസ്ഖിൻ മിൻഹു, ആ പരിശുദ്ധിയുള്ള ഭക്ഷണം കൊണ്ടുവരട്ടെ. വലിയ തലത്തഫ്, പോകുമ്പോ ശരിക്കും നോക്കി പോണേ. വലാ യുശ്ഇറന്ന ബികും അഹദ, ആരും അറിയരുത് കേട്ടോ. പോകുമ്പോഴേ നമ്മളോട് ഒളിച്ചിരിക്കുന്നതെങ്ങാനും ആളുകൾ അറിഞ്ഞു പോയാൽ നമ്മളെ പിടിച്ചു കൊണ്ടുപോകും, നമ്മളെ പഴയ ദീനിലേക്ക് അവർ തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് മെല്ലെ പോണേ, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞയച്ചു. ചെന്ന് നോക്കി കച്ചവടക്കാരൻ അപ്പൊ അദ്ദേഹം പോകുമ്പോഴിങ്ങ് നോക്കുന്നുണ്ട്, റബ്ബേ നഗരം മാറിയിട്ടുണ്ടല്ലോ, ഞാൻ ഇന്നലെ കണ്ട ആ കച്ചവട സ്ഥാപനം ഇവിടെ കാണുന്നില്ലല്ലോ, മരുഭൂമിയായി കിടന്ന സ്ഥലത്ത് വീടുകൾ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ തപ്പിത്തെരഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് ചോദിച്ചത്, അല്ല ഇവിടെ പുതിയ ആളാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, അതെവിടെയാണെന്ന് ചോദിച്ചു. ആണോന്നല്ല എന്നോട് പറഞ്ഞില്ല എന്നാ. കാരണം ഇവര് രാജാവിന്റെ ആളാണെന്ന് വിചാരിച്ചു. ഇവിടെ ദഖിയാനുസ് രാജാവൊക്കെ മരിച്ചുപോയിട്ട് ഡഫീഷ്യസ് എന്ന് പറയുന്ന മുസ്ലിമായ ഒരു രാജാവാണെന്ന് ഭരണം നടത്തുന്ന അവിടെ. അതൊന്നും ഇവർക്കറിയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭക്ഷണശാല എവിടെയാണെന്ന് കാണിച്ചു തരും, ഒരു റെസ്റ്റോറൻറ്റ്. എന്ന് നമ്മുടെ നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റിന് ഹോട്ടലിന് പേരിടാൻ കാരണം എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു വിഷയമാണത്. ഹോട്ടലിൽ നിന്നാണ് താമസിക്കുന്ന സ്ഥലത്തിനല്ലേ പറയാ, അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം അറിയോ? ആരെങ്കിലും സ്വകാര്യമായിട്ട് പറഞ്ഞേരേ. അപ്പൊ ഏറ്റവും നല്ല ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ കാണിച്ചു തരുമോ എന്നാണ് ചോദിക്കുന്നത്. എവിടെയാ റെസ്റ്റോറൻറ്റ് ഉള്ളത്? അൽഹംദുലില്ലാ. അപ്പോ ഒരാൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു, ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ ഭക്ഷണം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നാണയത്തൊട്ട് കൊടുത്തപ്പോഴാണ് ദഖിയാനൂസ് രാജാവിന്റെ മുഖചിത്രമുള്ള കോയിനുകളാ കൊടുത്തത്. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഇത് എന്റെ പൈസയാണ്. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? നിധി കിട്ടിയോ? ഇല്ല, ഇത് എന്റെ കയ്യിലുള്ള കാശാണ്. നിങ്ങൾ എവിടെയാണ് ആ നിധി കണ്ടത്? ഒന്ന് പറഞ്ഞുതാ. ആളുകൾ കൂടാൻ തുടങ്ങി. നിധിയോ? നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ നാണയം 300 കൊല്ലം മുമ്പ് ഇവിടെ ഭരിച്ചുപോയൊരു രാജാവിൻ്റെതാണ്. അദ്ദേഹമൊക്കെ പോയിട്ട് കാലം എത്രയായി? ഈ നാണയമാണ് അവിടെ ചരിത്രത്തിലെ ടേണിംഗ് പോയിന്റ്. അവിടെയാണ് അവർക്ക് ബോധ്യപ്പെടുന്നത് ഞങ്ങൾ 300 കൊല്ലത്തിലേക്ക് ഇപ്പുറത്ത് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പൊ ആളുകൾ ഒരുമിച്ച് കൂടി, പ്രത്യേകിച്ച് ട്രഷറൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആളുകൾ ഉത്സാഹത്തോടുകൂടി ഒരുമിച്ച് കൂടും. ആ വിഷയം രാജാവിന്റെ ചെവിയിലേക്ക് എത്തുന്നു. ആ സമയത്ത് രാജാവ് അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. കാരണം ആ നാട്ടുകാർ, അന്നത്തെ ആ പ്രദേശത്തുകാർ പരലോക വിശ്വാസത്തിൽ സംശയമുള്ളവരായിരുന്നു. അവർ പറയാറുള്ളത്, അവരുടെ തെറ്റായ വിശ്വാസപ്രകാരം അവർ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞ മനുഷ്യന് പുനർജന്മമുണ്ട്, അത് പക്ഷെ ആത്മാവിന് മാത്രമാണ്, ശരീരം പിന്നെ അങ്ങ് നശിച്ചു പോവും. രാജാവ് പറഞ്ഞു, അല്ല, ശരീരത്തോടു കൂടെയാണ് അള്ളാഹു നമുക്ക് പുനർജന്മം നൽകാൻ പോകുന്നത്. ഞങ്ങൾ പറഞ്ഞു, അല്ല, ചിലർ വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. ആ സമയത്ത് ഈ രാജാവ് ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ അരിഹിം ആയ, പടച്ചവനെ ഈ സമൂഹത്തിന് നാളെ പുനർജന്മമുണ്ടെന്നും അത് ജീവനോടെ തന്നെയാണ് നീ റൂഹും ശരീരവും കൊടുത്തുള്ള പുനർജന്മമാണെന്നും എന്റെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്തം അള്ളാഹുവെ നീ കാണിച്ചു തരണമേ എന്ന് ദുആ ചെയ്തിരുന്നു ആ രാജാവ്. ആ ദുആഇന്റെ ഉത്തരമാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിർക്ക് പുനർജന്മം നൽകാൻ കാരണം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ കൊണ്ടുവന്ന് ചോദിച്ചു, എന്താണ് കഥ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിധി കിട്ടിയതല്ല, നിങ്ങൾ എവിടുത്തുകാരാണ്? ഞങ്ങൾ അഫ്സൂസുകാരാണ്. കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അക്രമികളായ ആ സമൂഹമൊക്കെ കഴിഞ്ഞുപോയി, 300 വർഷം കഴിഞ്ഞു ഞങ്ങൾ. അപ്പോ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഈ റഖീം എന്ന് പറഞ്ഞ വാക്കുള്ളത് കൊണ്ട്, റഖീം എന്ന് പറഞ്ഞാൽ ശില്പമാണ്, എൻക്രേവ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എഴുതുകയോ കൊത്തിവെക്കുകയോ ചെയ്യുന്ന അതിനാണ് റഖീം എന്ന് പറയാം. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ആ കാലക്കാർ ചരിത്രം രേഖപ്പെടുത്തുന്ന ആളുകളായിരുന്നു, അവരിൽ എഴുത്തുകാരുണ്ടായിരുന്നു, അവര് ചരിത്ര കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സ്വഭാവമുള്ളവരായിരുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ചരിത്രങ്ങൾ.
മനുഷ്യന്മാർ ഇതൊക്കെ എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ പിൽക്കാലക്കാർക്ക് എങ്ങനെ കിട്ടും? മനുഷ്യരെ അള്ളാഹു തോന്നിപ്പിക്കാൻ. പ്ലോട്ടോയുടെ കാലം മുതൽ, അവിടെ അരിസ്റ്റോട്ടലിന്റെ കാലം മുതൽ, ഹമ്മറാബിയുടെ കാലം, അവിടുന്ന് ഇങ്ങോട്ട് ആൻസിന്റെ, പഴയകാലത്ത് ഗ്രീക്കും റോമും ഇൻഡസ് വാലിയും നമ്മുടെ ഭാരത സംസ്കാരവും മെസപ്പറ്റോമിയൻ സംസ്കാരവും അസീറിയൻ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും ഇതൊക്കെ നോക്കിയാൽ അതിലൊക്കെ എഴുത്തുകളുണ്ട്. എന്തിനവരെഴുതി? അന്നൊക്കെ ഭക്ഷണം കിട്ടാൻ വേണ്ടി അന്നവും വെള്ളവും തേടി ഓടി നടക്കുന്ന കാലമാണ്. എഴുതാൻ ആർക്ക് നേരം കിട്ടും? പക്ഷേ അള്ളാഹു ചില ആളുകളെ കൊണ്ട് എഴുതിപ്പിച്ചു. അതാണ് നമ്മൾ പിന്നീട് വായിച്ചത്. അങ്ങനെ എഴുതി വെച്ചത് കൊണ്ടാണ് കെയ്റോ നാഷണൽ മ്യൂസിയത്തിൽ കിടക്കുന്നത് ഫറോവയുടെ ഡെഡ് ബോഡിയാണെന്ന് പിൽക്കാലക്കാർക്ക് മനസ്സിലായത്. അന്ന് അവർ എഴുതി വെച്ചത് കൊണ്ടാണ്. ചരിത്ര പണ്ഡിതന്മാർ അവരുടെ കൽബിന്റെ ഉള്ളിൽ അള്ളാഹു രേഖപ്പെടുത്താനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അവർക്ക് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ചരിത്രം നമുക്ക് നഷ്ടപ്പെട്ടേനെ. നമ്മൾ എങ്ങനെ അറിയും? കഴിഞ്ഞുപോയ കാലത്തെ സംഭവങ്ങൾ ഒരു എഴുതി വെക്കാൻ. ആര് പറഞ്ഞു ഒരു എഴുതി വെക്കാൻ? അള്ളാഹു തോന്നിപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ ലോകത്ത് കണക്ഷൻ നഷ്ടപ്പെട്ടേനെ. നമ്മുടെ പാസ്റ്റുമായി നമ്മുടെ പ്രസന്റിന് ലിങ്ക് ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തോന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് റഖീമിന്റെ ആളുകളായിരുന്നു ഇവര് എന്നതുകൊണ്ട് തന്നെ അവർ ചരിത്രം രേഖപ്പെടുത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, ദഖയാനൂസ് 300 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളാണ്. വിശുദ്ധ ഖുർആനാണ് ഈ വർഷങ്ങളുടെ കഥ പറയുന്നത്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന്റെ ശേഷം. അപ്പൊ അതിന്റെ മുമ്പേ അവർ ദഖയാനൂസ് രാജാവിന്റെ ചരിത്രം അറിഞ്ഞിട്ടുണ്ട്. 300 കൊല്ലം മുമ്പ് അക്രമിയായ രാജാവ് ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ കാലത്ത് 7 യുവാക്കൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും രാജാവിനറിയാം, നാട്ടുകാർക്കറിയാം. അവർ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, സുരക്ഷിതരാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ കൂട്ടുകാർ തംലീഹ പറഞ്ഞു, എന്റെ ഒരു 6 സുഹൃത്തുക്കളും കൂടെ ആ ഗുഹയിൽ ഇപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാനും പോരാൻ കൂടെ. അങ്ങനെ ഇവരുടെ കൂടെ യാത്ര പോയി ആ ഗുഹയിലേക്ക് കയറി ചെല്ലുകയാണ്. അവരെ കണ്ടു, അവരുമായി സംസാരിച്ചു. ഒരുപാട് ആളുകൾ അവിടെ വന്ന് കൂടി. അവരുമായി സംസാരിച്ചതിന്റെ ശേഷം അവർ പറഞ്ഞു, ഞങ്ങൾ ഒന്നുകൂടെ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഉറക്കിലേക്ക് തിരിച്ചുപോയി. അത് പക്ഷേ മരണമായിരുന്നു. അവരങ്ങനെ മരിക്കുകയാണ് ഉണ്ടായത്. അവരെ ആ ഗുഹ അകത്ത് മറവ് ചെയ്തു എന്നാണ് ചരിത്രം. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മറവ് ചെയ്തത്. അവിടെ പിന്നെ അവർക്ക് മേലൊരു പള്ളി നിർമ്മിക്കണമോ വേണ്ടയോ എന്ന ചർച്ച നടന്നു. ഇൻഷാ അല്ലാഹ് വഴിയെ 21-ാമത്തെ ആയത്തിൽ ആ വിഷയം അല്ലാഹു പരാമർശിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അം ഹസിബ്ത, അങ്ങ് വിചാരിക്കുന്നുവോ നബിയെ, അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി, ഗുഹയുടെയും ഈ ഫലകത്തിന്റെയും ആളുകൾ, ഖാനൂ മിൻ ആയാതിനാ അജബ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിലെ വലിയ അത്ഭുതമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അതിലും വലുത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയും നബിയെ. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.